കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതാ നമ്മുടെ മുരിങ്ങയിലയാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങയിലയൊക്കെ നന്നായിട്ട് ഊരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാവും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ചട്ടി നിറയെ കൂട്ടാൻ നമുക്ക് ഈ ഒരു മുരിങ്ങേൻ്റെ ഇല കൊണ്ട് കറി വയ്ക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ലൈക്ക് ഇട്ട ശേഷം കണ്ടു തുടങ്ങാം. ഒരേ ഒരു ലൈക്ക് മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് വരണം. അപ്പോൾ ചതച്ചതിന് ശേഷം ഒരു പാൻ എടുത്ത് ഇതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് വേവിക്കണം. അപ്പോൾ നമുക്ക് ഇത് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലിപ്പോൾ നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ലേ, അതിന് മുമ്പ് തന്നെയാണ് നമ്മൾ ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പൊടികളും എല്ലാം ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ, വേറെ പൊടികളൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഈ ഒരു ഉള്ളി വേവാനും ഈ പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കറക്റ്റ് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇത് തിളപ്പിക്കാനായിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് അവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചിട്ട് വരാം. അപ്പോൾ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരച്ച് വെക്കാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചതെല്ലാം ഉള്ളിയും എല്ലാം മുളക് പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് പച്ചമുളകൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇല ഇടാൻ പോകുന്നുള്ളൂ. കാരണം നമ്മുടെ മുരിങ്ങ ഇലയ്ക്ക് അധികം വേവില്ല. അപ്പോൾ ഒരുപാട് വെന്ത് പോയാലും ടേസ്റ്റ് പോകും. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കട്ടിയുണ്ട് ഇപ്പോൾ കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് പിന്നെ അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി, കറിക്കുള്ള ഉപ്പും കൂടി നമ്മൾ ഈ സമയത്ത് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ ഒരു തേങ്ങയുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളിതിൽ തേങ്ങ മാത്രമേ ഇട്ടിട്ടുള്ളൂ, പൊടികളായിട്ടോ വേറൊന്നും ചേർത്തിട്ടില്ല പച്ചമണം പോകാനായിട്ട്. ആ തേങ്ങ നമ്മൾ കറിക്ക് സാധാരണ തിളപ്പിച്ചെടുക്കുന്ന പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ തേങ്ങ അരച്ച് വെച്ചിട്ട് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുരിങ്ങ ചേർത്ത് കൊടുക്കാം. മുരിങ്ങ ഇട്ടിട്ട് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ മുരിങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരല്പം ഉപ്പിൻ്റെയും കൂടി കുറവുണ്ടായിരുന്നു. അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങയുടെ ഇല കുറച്ചായിട്ട് വെള്ളമില്ലാതെ ചേർത്ത് കൊടുക്കണം കേട്ടോ. വെള്ളത്തോടെ വാരിയിടരുത്, അപ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് പോകും. നമ്മൾ വെള്ളം ഉണ്ടെങ്കിലൊക്കെ അതൊന്ന് കുടഞ്ഞ് എടുത്തിട്ട് വേണം ഈ ഒരു കറിയിലേക്ക് ചേർക്കാനായിട്ട്. എന്നിട്ട് പതിയെ നമ്മൾ ആ ഒരു ഇല കറിയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. തീ നമ്മൾ വളരെ കുറച്ച് വെക്കുക കേട്ടോ. കാരണം ഒരുപാട് ഇത് തിളച്ച് വേവാൻ പാടില്ല. ഒരു 2 തിള തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കറി ഓഫ് ചെയ്യാം. കറി ഇത് നന്നായിട്ട് എല്ലാവരുടെയും മിക്സാക്കി കൊടുക്കുന്നവരെ ഒന്ന് ഇളക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഇല വന്നിട്ടുണ്ടാവും കേട്ടോ. കാരണം ഇത് തൂമ്പ് ഇലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരുപാട് വേവില്ലാത്ത മുരിങ്ങയുടെ ഇല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് കറി ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒരു താളിപ്പ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയിട്ട് വരുമ്പോൾ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും ഒരു ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ തീ വളരെ കുറച്ച് വെച്ചിട്ട് കരിയാതെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോയാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുക. ആ വറ്റൽമുളക് നല്ലൊരു ചുവന്ന കളറ്, ഇപ്പോൾ ചുവന്ന കളറാണ്. ഇപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി ഒരു കളർ മാറുന്ന വരെ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ അവിടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ നമ്മുടെ കറി ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറി നല്ല കട്ടിയിലിരിക്കുന്നുണ്ട്, പക്ഷെ നല്ല രസമാണ് ചോറിനൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് കേട്ടോ.
അടിപൊളി ടേസ്റ്റാണ്. ഈ മുരിങ്ങയുടെ ഇല കറി കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. ഇലക്കറികളാണല്ലോ, പിന്നെ തേങ്ങയും ഇലയൊക്കെ ചേർന്നിട്ടുള്ള ഒരു കറി ആയതുകൊണ്ട് തന്നെ ശരീരത്തിന് വളരെ നല്ലതാണ്. വേറെ ഒരു കാര്യങ്ങളും നമ്മളിതിൽ ചേർത്തിട്ടില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ഈ കറി തയ്യാറാക്കാൻ പറ്റും. പെട്ടെന്ന് കറി വെക്കാനൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഇതേപോലെ മുരിങ്ങയുടെ ഇലയൊക്കെ കിട്ടുകയാണെങ്കിൽ കുറച്ച് തേങ്ങ കരച്ച് ഒഴിച്ചാൽ ഒരു ചട്ടി നിറയെ നമുക്ക് കറി, ഒരു ദിവസത്തേക്കുള്ള കറി, ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കുള്ള കറി ഇതവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. ഇതിന് ഉപ്പേരിയോ വേറെ ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.